ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് അവിയലുണ്ടാക്കാം. ഞാനിവിടെ അതിനായി എടുത്തിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസിൻ്റെ പീസാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 വലിയ സ്പൂൺ തേങ്ങ, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, ജീരകം. ആദ്യം ഒരു പാന് അല്ലെങ്കിൽ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കണം. നന്നായി ചൂടാവൊന്നും വേണ്ട, കാരണം നമ്മൾ അവിയൽ കടുക് വറുക്കാറില്ലല്ലോ, വെള്ളം ഒഴിച്ച് വേവിക്കാറല്ലേ ഉള്ളൂ. ഞാനിവിടെ ഒരു കത്രിക്ക, പിന്നെ പടവലങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, പിന്നെ വാഴയ്ക്ക, ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെന്നുള്ളവർക്ക് മത്തൻ, ചേന ഇങ്ങനെയൊക്കെ ചേർക്കുന്നവരുണ്ട്, ചേർക്കാം. അപ്പോൾ ഞാനിതിന് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വെന്ത് വന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും ഇപ്പോൾ ചേർക്കണ്ട, കൂടിപ്പോയാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് വേവിക്കാനായിട്ട് വയ്ക്കുക. അതവിടെ നിന്ന് വെന്തോട്ടെ. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അരപ്പൊന്ന് ചതച്ചെടുക്കാം. സാധാരണ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചതക്കേ ചെയ്യാറുള്ളൂ. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് അരയ്ക്കണുണ്ട്. അപ്പോൾ അതിൽ ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, അതിൽ വേണമെങ്കിൽ നമ്മൾ പച്ചക്കറി വേവിക്കാൻ വയ്ക്കുന്നതിൽ അരിഞ്ഞ് വേണമെങ്കിലും ഇടാം. ഇല്ല ഇതിനോടൊപ്പം തന്നെ ചതയ്ക്കുന്നെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിതിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ചിലരൊന്നും വെള്ളം ഒഴിക്കത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ ഇച്ചിരി കൂടെ ഒന്ന് അരയ്ക്കുന്നതുകൊണ്ടാണ് ഒരു അല്പം വെള്ളം മാത്രം ചേർത്തത്. കറിവേപ്പില നമുക്ക് അവിയലിൽ വേവിക്കാൻ വെച്ചിരുന്ന അവിയലിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് അരയ്ക്കണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ അരപ്പിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുത്താലും പ്രശ്നമില്ല. ഞാനിവിടെ ഇതിനോടൊപ്പം തന്നെയാണ് ചേർക്കുന്നത്. ഇത് പകുതി മുക്കാലും ഇപ്പോൾ വെന്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്നുകൂടി വേവാനുണ്ട്, അതിരുന്ന് വെന്തോട്ടെ. കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ. ഇവിടെ നമുക്ക് ഒത്തിരി ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി നന്നായിട്ട് വെന്തുടയുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് ചേർക്കുകയാണ്. ഞാൻ എന്താ കണ്ടോ, ഇത്രയും രീതിയിൽ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഇച്ചിരി ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ രീതി കിട്ടുന്നതാണ് ഇഷ്ടം, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ പിള്ളേർ ആ കഷ്ണമായിട്ട് എങ്ങനെ കിടന്നാൽ കഴിക്കത്തില്ല, ഇങ്ങനെ ഇരുന്നാലും കഴിക്കാൻ മടിയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇട്ട് വേവിക്കുന്നത്. കുറച്ച് ഇതായിട്ട് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ രുചി എന്ന് എനിക്ക് തോന്നിയെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്ത വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതുപോലെ ഇച്ചിരി ഒന്ന് കുഴച്ച് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ ഒരല്പം വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ചേർക്കാം. കാരണം നമ്മൾ കടുകൊന്നും വറുത്ത് ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അല്പം മാത്രം. ഞാനിവിടെ ഒത്തിരി എണ്ണ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അവിയൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, അവിയൽ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.